കോമ്പറ്റേറ്റീവ് സോളിലേക്ക് സ്വാഗതം. SCERT 5ാം ക്ലാസ് സയൻസ് സീരീസിലെ 7ാമത്തെ ക്ലാസ്സാണിത്. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പാഠം 7 ഇന്ദ്രിയജാലം. ജ്ഞാനേന്ദ്രിയങ്ങളെക്കുറിച്ച് ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്ന ചാപ്റ്ററാണിത്. ഉയർന്ന ക്ലാസ്സുകളിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ജ്ഞാനേന്ദ്രിയങ്ങളെക്കുറിച്ച് പഠിക്കാനുണ്ട്. അതിൻ്റെ ഒരു ബേസിക്കായിട്ടാണ് ഈ ചാപ്റ്റർ വരുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. പാഠം 7 ഇന്ദ്രിയജാലം. എന്താണ് ജ്ഞാനേന്ദ്രിയങ്ങൾ? ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്ന അവയവങ്ങളാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ. ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്ന അവയവങ്ങൾ. ഒരു മനുഷ്യന് 5 ജ്ഞാനേന്ദ്രിയങ്ങളാണുള്ളത്. കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക്. കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക്. ഇനി പുസ്തകത്തിൽ കുറച്ച് മൃഗങ്ങളും അവയുടെ ജ്ഞാനേന്ദ്രിയങ്ങളുടെ പ്രത്യേകതകളും ചർച്ച ചെയ്യുന്നുണ്ട്. പൂച്ച രാത്രിയും പകലും കാഴ്ചശക്തിയുള്ളൊരു മൃഗമാണ് പൂച്ച. ഇനി കാരണം വരുന്നത് പൂച്ചയുടെ കൃഷ്ണമണി പകൽ ചുരുങ്ങുകയും രാത്രി വികസിക്കുകയും ചെയ്യുന്നു. പൂച്ച രാത്രിയും പകലും കാഴ്ച കാണുന്നൊരു ജീവിയാണ്. പകൽ പൂച്ചയുടെ കൃഷ്ണമണി ചുരുങ്ങുകയും രാത്രി വികസിക്കുകയും ചെയ്യുന്നു. മൂങ്ങ കഴുത്ത് പിറകോട്ട് തിരിച്ച് പുറകിലെ കാഴ്ചയും കാണാൻ സാധിക്കുന്നു. പുറംതിരിഞ്ഞു നിൽക്കാതെ കഴുത്ത് മാത്രം പുറകോട്ട് തിരിച്ച് പുറകിലെ കാഴ്ചയും കാണാൻ സാധിക്കുന്നൊരു ജീവിയാണ് മൂങ്ങ. മരയോന്ത് ഒരേ സമയം കണ്ണുകളെ വ്യത്യസ്ത ദിശകളിലേക്ക് ചലിപ്പിക്കാൻ കഴിയുന്നൊരു ജീവിയാണ് മരയോന്ത്. ഒരേ സമയം രണ്ട് കണ്ണുകളെയും വ്യത്യസ്ത ദിശകളിലേക്ക് ചലിപ്പിക്കാൻ സാധിക്കുന്നു. കണ്ണിനെ ബാധിക്കുന്ന അസുഖങ്ങൾ. പ്രധാനമായിട്ടും 2 അസുഖമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. കണ്ണിനെ ബാധിക്കുന്ന അസുഖങ്ങൾ ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും. ഹ്രസ്വദൃഷ്ടി, ഹ്രസ്വം എന്ന് പറയുമ്പോൾ അടുത്ത്. ഹ്രസ്വദൃഷ്ടി അറിയുന്നത് അടുത്തുള്ള വസ്തുക്കളെ കാണാൻ സാധിക്കുകയും ദൂരെയുള്ള വസ്തുക്കളെ കാണാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയെയാണ് ഹ്രസ്വദൃഷ്ടി എന്ന് പറയുന്നത്. ഇതിന് ഓപ്പോസിറ്റായിട്ടാണ് ദീർഘദൃഷ്ടി വരുന്നത്. ദീർഘം, ദൂരം. അപ്പോൾ ദൂരെയുള്ള വസ്തുക്കളെ കാണാൻ സാധിക്കുകയും അടുത്തുള്ള വസ്തുക്കളെ കാണാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ദീർഘദൃഷ്ടി. ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും. ഹ്രസ്വദൃഷ്ടി അടുത്തുള്ള വസ്തുക്കളെ കാണുകയും ദൂരെയുള്ള വസ്തുക്കളെ കാണാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ. ദീർഘദൃഷ്ടി ദൂരെയുള്ള വസ്തുക്കളെ കാണുകയും അടുത്തുള്ള വസ്തുക്കളെ കാണാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കാഴ്ച പരിമിതർക്ക് കറൻസി തിരിച്ചറിയാനുള്ള മാർഗം. കറൻസിയിൽ കാഴ്ച പരിമിതർക്കും ഓരോ കറൻസി നോട്ടുകളും അവർക്ക് ടച്ചിങ്ങിലൂടെ മനസ്സിലാക്കാനുള്ള മാർഗങ്ങളുണ്ട്. അതിൽ എന്തൊക്കെയാണ്? കറൻസി നോട്ടുകളിൽ 2 വശങ്ങളിലും ടാക്ടൈൽ വരകളുടെ വലിപ്പ വ്യത്യാസം മനസ്സിലാക്കിയിട്ട്. ടാക്ടൈൽ എന്ന് പറയുമ്പോൾ കാഴ്ച പരിമിതർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കറൻസി നോട്ടുകളുടെ വശങ്ങളിലെ ടാക്ടൈൽ വരകളുടെ വലിപ്പ വ്യത്യാസം മനസ്സിലാക്കിയിട്ടാണ് ഇവർ ഏത് കറൻസി നോട്ടാണിതെന്ന് മനസ്സിലാക്കുന്നത്. 100 രൂപയുടെ 2 വശത്തും 100 രൂപ നോട്ടിൻ്റെ 2 വശത്തും മധ്യഭാഗത്തായിട്ട് 4 വരകൾ വരുന്നുണ്ട്. ഈ 4 വരകളിൽ 2 വര കഴിഞ്ഞിട്ട് ഒരു വിടവും വരുന്നുണ്ട്. ഇത് അവർ ട്രിച്ചിങ്ങിലൂടെ മനസ്സിലാക്കിയിട്ട് 100 രൂപയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. 2 വശത്തും മധ്യഭാഗത്ത് 4 വരകളും. ആ 4 വരകൾ രണ്ടെണ്ണമായിട്ടാണ് നിൽക്കുന്നത്. അതിനിടയ്ക്ക് ഒരു വിടവും വരുന്നുണ്ട്. 200 രൂപയാവുമ്പോൾ ഇതുപോലെ തന്നെ 4 വരകൾ, പക്ഷെ 2 വരകൾക്കിടയിൽ വരുന്നത് ഒരു വൃത്തമാണ്. 200 രൂപയാകുമ്പോൾ 2 വശത്തും മധ്യഭാഗത്ത് 4 വരകൾ, 2 വരകൾ കഴിഞ്ഞ് ഒരു വൃത്തം. 500 രൂപയാകുമ്പോൾ ഇത് 5 വരകളായിട്ട് വരും. ഇങ്ങനെയാണ് കറൻസി നോട്ടുകൾ ഇവർ കാഴ്ച പരിമിതർ മനസ്സിലാക്കുന്നത്. പഴയ നോട്ടുകളാണെങ്കിൽ വലിപ്പ വ്യത്യാസം തന്നെ, നോട്ടുകൾക്ക് തന്നെ വലിപ്പ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഈ 100, 200 സെയിം വലിപ്പമാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് അവർ ടാക്ടൈൽ വരകളുടെ വലിപ്പത്തിനനുസരിച്ച് കാഴ്ച പരിമിതർക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയും. എന്താണ് സ്നെല്ലൻ ചാർട്ട്? നേത്രരോഗ പരിശോധന ചാർട്ടാണ് സ്നെല്ലൻ ചാർട്ട്. ഒരാളുടെ കാഴ്ച പരിശോധന എത്രത്തോളം എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചാർട്ടാണ് സ്നെല്ലൻ ചാർട്ട്. 1862 ഹെർമൻ സ്നെല്ലനാണ് ഈ ചാർട്ട് കണ്ടെത്തുന്നത്. 1862 ഹെർമൻ സ്നെല്ലനാണ് സ്നെല്ലൻ ചാർട്ട് കണ്ടെത്തുന്നത്. കാഴ്ച പരിമിതർക്ക് വേണ്ടിയുള്ള ഉപകരണങ്ങളാണ്. കാഴ്ച പരിമിതർക്ക് വേണ്ടിയിട്ടുള്ള നൂതന ഉപകരണങ്ങളാണ് സ്മാർട്ട് കെയിൻ, ജാസ്, ടൈലർ ഫ്രെയിം, അബാക്കസ്, ഡിജിറ്റൽ ബ്രെയിൻസ്ലേറ്റ്, ലുക്കൗട്ട് ആപ്പ്, ഓർബിറ്റൽ റീഡർ, ടോക്ക് ബാക്ക് ആപ്പ്, ടാക്ടൈൽ വാച്ച്. ഇത് ഹാൻഡ് ബുക്കിൽ വരുന്നതാണ്, കുറച്ചധികം ഉണ്ട്.
ചിലതൊക്കെ നമുക്ക് വായിച്ചു നോക്കുമ്പോൾ തന്നെ ഇത് ഓക്കെ ഇത് കാഴ്ച പരിമിതർക്കാണെന്നുള്ളത് മനസ്സിലാവും. ചില പേരുകൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയില്ല. അങ്ങനത്തതൊക്കെ ഞാനിവിടെ തന്നിട്ടുണ്ട്. സ്മാർട്ട് കെയിൻ ഇതൊരു വടിയായിട്ട് വരുന്നതാണ്. പിന്നെ ജാസ്, ടൈലർ ഫ്രെയിം, അബാക്കസ്, ഡിജിറ്റൽ ബ്രെയിൻ സ്ലേറ്റ്, ലുക്കൗട്ട് ആപ്പ്, ഓർബിറ്റ് റീഡർ, ടോക്ക് ബാക്ക് ആപ്പ്, ടാക്ടൈൽ വാച്ച്. ദെൻ കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ, ചെവിയുടെ ഭാഗത്ത് വരുന്നതാണ് കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ. കണ്ണ് കഴിഞ്ഞ് ചെവി കോക്ലിയർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെയാണ് കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ എന്ന് പറയുന്നത്. ദെൻ നാവ് രുചി അറിയുന്ന ജ്ഞാനേന്ദ്രിയമാണ് നാവ്. ഏതൊക്കെയാണ് പ്രാഥമിക രുചികൾ? 6 പ്രാഥമിക രുചികളാണ് വരുന്നത്. മധുരം, കയ്പ്പ്, പുളി, ഉപ്പ്, ഉമാമി, ഒലിയോഗസ്റ്റസ്. ഇങ്ങനെ 6 പ്രാഥമിക രുചികളാണ് നാവ് കൊണ്ട് തിരിച്ചറിയുന്നത്. മധുരം, കയ്പ്പ്, പുളി, ഉപ്പ്, ഉമാമി, ഒലിയോഗസ്റ്റസ്. ഉമാമി എന്ന് പറയുന്നത് മാംസത്തിൻ്റെ സ്വാദാണ്. മധുരം, കയ്പ്പ്, പുളി, ഉപ്പൊക്കെ നമുക്കറിയാം. ഉമാമി എന്ന് പറയുന്നത് മാംസത്തിൻ്റെ സ്വാദാണ്. ഇതൊരു ജപ്പാൻ പദമാണ്. ഈ ഒരു 6 രുചികൾ മാത്രമാണോ ഉള്ളത്? അല്ല. മറ്റ് രുചികൾ എങ്ങനെയാണ്? ഈ പ്രാഥമിക വർണ്ണങ്ങൾ ചേർന്ന് ദ്വിതീയ വർണ്ണങ്ങൾ ഉണ്ടാകുന്നത് പോലെ തന്നെ ഈ പ്രാഥമിക രുചികൾ ചേർന്ന് ദ്വിതീയ രുചികൾ രൂപപ്പെടുന്നുണ്ട്. അതിന് ഉദാഹരണമാണ് എരിവ്. എരിവ് ഒരു പ്രാഥമിക രുചിയല്ല, പ്രാഥമിക രുചികൾ ചേർന്നുണ്ടാകുന്നതാണ് എരിവ്. ദെൻ ത്വക്ക്. ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക്. ത്വക്ക് എന്ന് പറയുന്നത് ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക്. ഇത്രയാണ് ഈ പാഠഭാഗത്ത് വരുന്നത്. വളരെ ചെറിയ പാഠഭാഗമാണ്, അറിയുന്ന പോയിന്റ്സ് മാത്രമേ വരുന്നുള്ളൂ. പഠിക്കുക. ഇനി അടുത്ത തുടർന്നുള്ള പാഠഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. താങ്ക്സ്.